എന്താണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ? ദേശീയ തലത്തിൽ കോൺഗ്രസും RSSും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമായിരുന്നു? മലയാള മനോരമക്കറിയില്ലേ അത്? നിങ്ങൾ വലിയ മാധ്യമല്ലേ, അറിയണ്ടേ? എന്തേ നിങ്ങളെ അത് മറച്ചു വെക്കുന്നത്? 1984 RSSന്റെ സർ സംഘചാലക് മധുകർ ദത്താത്രേയ ദിയോറസ് അദ്ദേഹം എങ്ങനെയാണ് ആ പേര് പ്രസക്തമാകുന്നത്? അദ്ദേഹവുമായി രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് ധാരണയടക്കം ഉണ്ടാക്കിയില്ലേ? വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് പറയാൻ തീരെ കഴിയില്ല. പക്ഷേ ചരിത്രത്തിന്റെ ഭാഗമായുള്ള കാര്യമല്ലേ അത്? ബാബറി മസ്ജിദ്, അവിടെ രാംലല്ല സംഘപരിവാറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ആരാധനക്കായി തുറന്നു കൊടുക്കാൻ തീരുമാനമെടുത്തത് 1986 രാജീവ് ഗാന്ധിയല്ലേ? അതിനു മുൻപുണ്ടോ? രാജീവ് ഗാന്ധിയല്ലേ ആ നടപടി ആദ്യം സ്വീകരിച്ചത്? ആർക്കാണ് RSSുമായുള്ള ബന്ധം? ആർക്കാണ് RSSനോട് സോഫ്റ്റ് കോർണർ? 1987 ഹാഷിംപൂർ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ മനസ്സാക്ഷിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ലത്. RSS ആഗ്രഹിച്ച കാര്യമല്ലേ അന്നത്തെ UPയിലെ കോൺഗ്രസ് സർക്കാരും പോലീസും ചേർന്നുകൊണ്ട് നടപ്പാക്കിയത്? മലയാള മനോരമ എടുത്ത് പരിശോധിക്കണം. 42 മുസ്ലിം ചെറുപ്പക്കാരെയാണ് ഒരു കോളനിയിൽ ഒറ്റ രാത്രിയിൽ UP പോലീസ് തീർത്തത്. കൂട്ടക്കൊല. RSS ആഗ്രഹിച്ച കാര്യം ചെയ്യുന്ന കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റും അതിന്റെ കീഴിലുള്ള പോലീസും ഉത്തർപ്രദേശും നേരത്തെ ഓർക്കാൻ സുഖമുള്ള കാര്യമല്ല. എങ്കിലും ഞങ്ങളെ പറ്റി പറയാൻ പുറപ്പെടുമ്പോ ആരെയാണോ വെള്ളപൂശാൻ നോക്കുന്നത് അവരുടെ ചരിത്രം നിങ്ങൾ മനസ്സിൽ കാണണ്ടേ? ആ ഹാഷിംപൂരിലെ ഇറിഗേഷൻ കനാലില് ആ മൃതദേഹങ്ങൾ ഒഴുക്കുകയായിരുന്നു ചെയ്തത്. ഈ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് സംഘപരിവാർ അവരുടെ ഹിംസാത്മക രാഷ്ട്രീയം വലിയ തോതിൽ വ്യാപിപ്പിച്ചത്, രാജ്യത്താകെ വ്യാപിപ്പിച്ചത്. വേറൊരു സംഭവം മലയാള മനോരമ അറിയാൻ വേണ്ടിയാണ്, അവരാണല്ലോ ഇത് വലിയ കൊട്ടിഘോഷിക്കാൻ പുറപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അദ്ദേഹം 1993 പ്രതിഷേധ സൂചകമായി രാജിയല്ല ജോലിയിൽ നിന്ന് VRS എടുത്തു. അദ്ദേഹമാണ് മാധവ് ഗോഡ്ബോളെ. ഈ മാധവ് ഗോഡ്ബോളെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. മലയാള മനോരമയുടെ കയ്യിൽ ഉണ്ടോ എന്നറിയില്ല. ഇല്ലെങ്കിലും അവർക്കത് കിട്ടുമല്ലോ, ഒന്ന് വാങ്ങണം, വായിക്കണം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ബാബറി മസ്ജിദ് രാം മന്ദിർ ഡിലേമ, an acid test for India's constitution. ഇതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തില് ഞങ്ങളായിട്ട് ബന്ധമുള്ള ആരുമല്ല കേട്ടോ ഈ എഴുതിയത്, അത് ഓർക്കണം. ഒന്നുകൂടി ആ പേര് ഞാൻ പറയാം. മാധവ് ഗോഡ്ബോളെ ആ സമയത്ത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു.
രാജീവ് ഗാന്ധിയെ രണ്ടാം കർസേവകൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആ പുസ്തകം എടുത്ത് നോക്കണം. ഒന്നാം കർസേവകനായി വിശേഷിപ്പിച്ചത് നേരത്തെ അവിടെ ഫൈസാബാദ് കളക്ടറായിരുന്ന KK നായരെയാണ്. കല്യാൺ സിംഗ് ആണ് മൂന്നാം കർസേവകൻ. ഉത്തർപ്രദേശിലെ കല്യാൺ സിംഗ് സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ശുപാർശ, ആരുടെ ശുപാർശ? ഇദ്ദേഹത്തിന്റെ ശുപാർശ. നാലാം കർസേവകനായ പ്രധാനമന്ത്രി നരസിംഹറാവു ചെവിക്കൊണ്ടില്ല എന്നും ഈ ഗോഡ്ബോളെ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം കല്യാൺ സിംഗ് ഗവൺമെന്റിനെ പിരിച്ചുവിടുമെന്ന് ശുപാർശ കൊടുക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറി. നാലാം കർസേവകനായിട്ടാണ് നരസിംഹറാവുവിനെ വിശേഷിപ്പിച്ചത്. മലയാള മനോരമ ആരെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്? ആരെയാണ് താറടിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്കാർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കെട്ട ചരിത്രമുണ്ടോ? അഭിമാനപൂർവ്വം തലയുയർത്തി പറയാൻ പറ്റും. എല്ലാ വർഗീയ ശക്തികളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇന്നേ വരെ CPIM ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വെള്ളം ചേർക്കലും അതിലുണ്ടായിട്ടില്ല.